അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരുന്നത് പത്മ ചേച്ചിയാണ് അല്ലേ ചേച്ചി? പത്മിനി ചേച്ചിയാണ് പേര് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കി തരുന്നത്. അതിന് വേണ്ടിയിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞങ്ങൾ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടു. അപ്പോൾ സവാള ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അല്ലേ ചേച്ചി? വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഇപ്പോൾ സവാളയും പച്ചമുളകും ഇട്ടു, ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഏകദേശം ഇതെങ്ങനെ നന്നായിട്ട് വരണോ? നന്നായിട്ട് വരണം. ഇത് ഇഞ്ചി മാത്രമല്ലേ ഉള്ളൂ? ഇഞ്ചി മാത്രം. വേറെ വേറെ ചതച്ച് വെക്കുക ചെയ്യുന്നത്. ഇഞ്ചിയിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ് വറ്റിച്ച് വെക്കുന്നത്. എല്ലാവരും വറ്റിച്ച് വെക്കും. അപ്പം നമ്മൾ തീരണനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കും. അപ്പം ഇത് വഴറ്റി വെക്കണ അരപ്പ് കുറച്ച് കോരി വെക്കും. അപ്പം അത് ഉച്ച സമയമാകുമ്പോഴേക്കും ആൾക്കാർക്ക് ചൂട് വേണമെന്ന് പറയുമല്ലോ. രാവിലെ പാഴ്സൽ വന്ന ആൾക്കാർക്ക് കൊടുക്കാനാണ് നേരത്തെ ചെയ്യുന്നത്. ഇടിച്ച മുളക് വെച്ചിട്ടുണ്ട്. ഇടിച്ച മുളക് ഇത് വാടി വന്നു കഴിയുമ്പോൾ ഇടിച്ച മുളക്. ഓക്കെ, ഏകദേശം ഇത് വഴന്നു വരാൻ എത്ര സമയം എടുക്കും ചേച്ചി? 10-20 മിനിറ്റ് വേണം. 10-20 നന്നായിട്ട് വാടി വരണം. ഇത്ര ഉള്ളത് കൊണ്ടാണല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ കുറച്ച് പേർക്ക് വേണ്ടി വെക്കുകയാണെങ്കിൽ വേഗം വാടി. ഇതിൽ കൂടുതലൊക്കെ വാട്ടി വെക്കും. ഇപ്പൊ ഈ നൊയമ്പ് കാലം ആയാലും ഇത്തിരി കുറവാണല്ലോ, അതിന്റെ പേരിൽ കുറേശ്ശെ ചെയ്യുള്ളൂ. ഇപ്പൊ നോയമ്പ് കാലം ആയതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്നവരുടെ എണ്ണം കുറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. വളരെ കരിഞ്ഞത് വാടിയതൊക്കെ കൂടുതൽ കോരി വെക്കും. അപ്പൊ അന്നേരത്തെ അത്യാവശ്യം പിന്നെ ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് എടുത്തങ്ങ് ചെയ്യാൻ മതിയല്ലോ. ഇതൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ടാവും ചെമ്മീനൊക്കെ. അപ്പൊ അന്നേരത്ത് കുറേശ്ശെ ചെയ്യാം. ചെമ്മീൻ റോസ്റ്റ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണോ? ചെമ്മീനും കൂന്തലും ഞണ്ട് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. നെയ്തൽ സീ ഫുഡിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അത് സ്ഥിരം ഉണ്ടാകും. വെളിച്ചെണ്ണ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഇറക്കണം. ആദ്യം നമ്മൾ സവാള ഇട്ടു, പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിൽ ഇനിയാണ് ഇടിച്ചു വെച്ചിരിക്കുന്ന മുളക്. ഇടിച്ചു വെച്ചേക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന മുളകിന്റെ എരിവിലാണോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വെക്കുന്നത്? മഞ്ഞൾപ്പൊടി, ചെമ്മീനും കക്കയും കൂന്തലും ഇടിച്ച മുളകിൽ തന്നെയാണ് ചെയ്യണത്. എന്തോ? ചെമ്മീനും കക്കയും കൂന്തലും ഇടിച്ച മുളകിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇടിച്ച മുളകിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ? വഴറ്റിയ മുളക് കോരും. വഴറ്റി വെക്കുന്നത് നമ്മൾ കോരി മാറ്റി വെക്കും അല്ലേ ഇവിടെ? ആഹാ, മഞ്ഞപ്പൊടി ഇട്ട് വെച്ചേക്കുന്നതാണ്. മഞ്ഞപ്പൊടി ഇട്ട് വെച്ചേക്കുന്നതാണ് അല്ലേ? ഇപ്പം ഇതിട്ടേക്കുന്നത്, ഇപ്പം ഇട്ടത് ചെമ്മീൻ്റെ കൂടെ ഇട്ടത്. ചെമ്മീൻ്റെ കൂടെ ഇട്ട് ഗ്രേവി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രേവി ആണോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാൻ. തേങ്ങ ലേശം തേങ്ങയിട്ടാണ്. നേരിയതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ തേങ്ങ ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ
റെഡിയായോ ചേച്ചി? ആ റെഡി ആയിട്ടുണ്ട്. റെഡിയായി. സാധനം തീർന്നു. കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാം. നേരം ചൂടാക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. പെട്ടെന്ന് റെഡിയായല്ലോ. ഓ വെന്ത് നമ്മൾ പകുതി വെന്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആയതുകൊണ്ട് ഇഞ്ചി മഞ്ഞപ്പൊടി ഉപ്പും ചൊറുക്കായിട്ട് ഓ അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഓർക്കുക. ചെമ്മീൻ നമ്മൾ ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇട്ടിരുന്ന ഇഞ്ചി അരച്ചിടും. ഇതെല്ലാം ചേർത്ത് ആദ്യം ചെമ്മീൻ ഒന്ന് റെഡിയാക്കി വെച്ചത് കൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. നമ്മളിവിടെ ഗ്രേവി മാത്രം റെഡിയാക്കേണ്ടതേ വന്നുള്ളൂ അല്ലേ ചേച്ചി? അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. ഇത് ഞാൻ ചെറിയ ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിതപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ വറ്റൽമുളകിൻ്റെ രുചിയാണ് നല്ല മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.